വളരെ നാണയവേട്ട പ്രവൃത്തിയാണ് കെ.സി. വേണുഗോപാലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന, ജനങ്ങൾ ആവശ്യപ്പെടുന്ന മുഖ്യമന്ത്രി എന്ന് പറയുന്നത് വി.ഡി. സതീശനാണ്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ വി.ഡി. സതീശനുണ്ട്. കോൺഗ്രസിന്റെ അകത്ത് ഭിന്നത ഉണ്ടാക്കുന്ന ആള് കെ.സി. വേണുഗോപാലാണ്. രാജ്യത്തിലെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തേണ്ട ചുമതലയുള്ള കെ.സി. വേണുഗോപാൽ കേരളത്തിൽ വന്നിട്ട് കേരളത്തിലെ കോൺഗ്രസിന്റെ ഇടയിൽ ഭിന്നത ഉണ്ടാക്കാനും ഛിദ്രത ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ സഖ്യം തന്നെ രാജ്യത്ത് തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. DMK ഇന്ത്യ സഖ്യത്തിന്റെ പിന്തുണ പിൻവലിച്ചു. അങ്ങനെ മുഴുവൻ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിനെ ശക്തിപ്പെടുത്തേണ്ട കെ.സി. വേണുഗോപാൽ അതൊക്കെ മറന്നിട്ട് കേരളത്തിൽ അടിപൊളി ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇതൊരിക്കലും ജനം അംഗീകരിക്കില്ല. കേരളത്തിൽ ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ട, MP-മാർ മത്സരിക്കണ്ട എന്നുള്ള തീരുമാനമാണ് ഹൈക്കമാൻഡ് എടുത്തിട്ടുള്ളത്. ഹൈക്കമാൻഡിൽ ഒരു മെമ്പർ തന്നെ വന്നിട്ട് എനിക്ക് മുഖ്യമന്ത്രി ആവണമെന്ന് പറയുകയും MP സ്ഥാനം രാജിവെച്ചുകൊണ്ട് വേറെ ഉപതെരഞ്ഞെടുപ്പ് നേരിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കേരളത്തിലെ ആവശ്യമില്ല. കേരളത്തിൽ ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെ കെ.സി. വേണുഗോപാലിനെതിരെ വിധി എഴുതും. UDF-നെ ടീം ഒറ്റക്കെട്ടായി നയിച്ച വി.ഡി. സതീശനെയാണ് മുഖ്യമന്ത്രിയായിട്ട് വേണ്ടത്. ഗ്രൂപ്പിസം ഉണ്ടാക്കാൻ നടക്കുന്ന കെ.സി. വേണുഗോപാലിനെ ജനങ്ങൾ തിരിച്ചറിയും. ശ്രീ പിണറായി വിജയന്റെ പൊതുജനങ്ങളോടുള്ള ധാർഷ്ട്യത്തിന് എതിരായിക്കൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്തുകൊണ്ട് മാത്രമല്ല UDF-ന് ഇത്രയും വലിയ വിജയം ഉണ്ടായിട്ടുള്ളത്. മറിച്ച് ശ്രീ വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ വിശ്വാസവും പ്രതീക്ഷയും അർപ്പിച്ചുകൊണ്ട് പൗരസമൂഹം മുഴുവനും, യുവാക്കളും സ്ത്രീകളും അടങ്ങുന്ന മുഴുവൻ ജനങ്ങളും വോട്ട് ചെയ്തുകൊണ്ടാണ് UDF-ന് ഇത്രയും വലിയ വിജയം ഉണ്ടായിട്ടുള്ളത്. ആ വിജയത്തിന്റെ ശില്പി ശ്രീ വി.ഡി. സതീശനാണ്. അതുകൊണ്ട് കേരളം വി.ഡി. നയിക്കട്ടെ. മുഖ്യമന്ത്രിയായിട്ട് വി.ഡി. സതീശൻ വരട്ടെ.